എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിനു ശേഷം സമ്മിശ്ര കാർഷിക പ്രവർത്തനങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്ന ഒരു കർഷകനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെയ്താലി, കണ്ണഞ്ചാത്തോളപ്പിൽ, തവനൂർ. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കർഷകരാണ്. 30 വർഷത്തെ പ്രവാസത്തിനിടയിലും നാട്ടിലെ മണ്ണും കൃഷിയുമെല്ലാം നെഞ്ചോട് ചേർത്തുവെച്ച കർഷകൻ ഒടുവിൽ പ്രവാസം അവസാനിപ്പിച്ച് കാർഷിക മേഖലയിൽ സജീവമായ തവനൂർ കണ്ണഞ്ചാത്തുവളപ്പിൽ സെയ്തലവി. വയസ്സ് 70. കുറച്ചു കാലമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു. പ്രവാസമായ ആണെങ്കിലും ഞങ്ങൾ എൻ്റെ കൃഷികൾ മുഴുവനും ആൾക്കാരെ വെച്ചിട്ട് നടത്തിയിരുന്നു. അന്ന് തെങ്ങ്, കഴുങ്ങ്, നെല്ല്, ഈ 3 ഇന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രവാസം നിർത്തിയിട്ട് നാട്ടിലായി. ഇപ്പോൾ നാട്ടിൽ പൂർവാധികം ഉഷാറായിട്ട് ജാതി, കാപ്പി, അതേപോലെ തന്നെ കപ്പ, മധുരക്കിഴങ്ങ് മുതലായതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ വിപുലീകരിച്ച് നല്ല നിലയിൽ കൃഷികൾ പലതും ചെയ്യുന്നുണ്ട്. 600ഓളം തെങ്ങുകളും 1000ഓളം കമുകും നെല്ലും വാഴയും ജാതിയും കാപ്പിയുമൊക്കെയായി സെയ്തലവി കൃഷിയിടത്തിലാകെ തിരക്കിലാണ്. പലയിടങ്ങളിലായുള്ള കൃഷിയിടത്തിൽ പ്രത്യേക വിളകൾക്ക് പരിഗണന നൽകുന്നതാണ് സെയ്തലവിയുടെ സവിശേഷത. ഫാം പ്ലാനിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ നിർദ്ദേശാനുസരണം ഒരു റെഡ് ലേഡി പപ്പായത്തോട്ടം ഒരുക്കിയെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സെയ്തലവി. പലതരം നെല്ലുകളും കൃഷിഭവൻ തരുന്ന വിത്തിൻ്റെ പുറമെ ഞാൻ തന്നെ പുതിയ ഇനം വിത്തുകൾ പല ഭാഗത്ത് ടൂർ പോകുമ്പോൾ അല്പം നെല്ല് വിത്ത് കൊടുത്തിട്ട് ചെയ്ത് നോക്കാറുണ്ട്. കാപ്പി ഞാൻ കൂടല്ലൂർ അങ്ങനെ തമിഴ്നാട് ഒക്കെ പോകുമ്പോൾ അവിടുന്ന് കാപ്പി തൈ കൊടുന്ന് കാപ്പി വെച്ചു. ഇപ്പോൾ കാപ്പി വിളവെടുക്കാനായി. അതേമാതിരി തന്നെ ജാതി ഉണ്ട്, പിന്നെ വാഴ, ഇഞ്ചി, മഞ്ഞൾ. തവനൂർ ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷത്തിൽ ഏറ്റവും മികച്ച കേര കർഷകനായി തവനൂർ കണ്ണഞ്ചാത്തുവളപ്പിൽ സെയ്തലവിയെ ആദരിക്കുകയുണ്ടായി. മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.